ഡോളർ കടത്തലിൽ കോൺസൽ ജനറലിനും പങ്കുണ്ടെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. ഡോളർ കടത്താൻ കോൺസൽ ജനറലും സഹായിച്ചെന്നാണ് സ്വപ്ന മൊഴി നൽകിയത്. കോൺസൽ ജനറലിന് പുറമെ അറ്റാഷെ, കോൺസുലേറ്റിലെ ധനകാര്യ വിഭാഗം മേധാവി എന്നിവരും ഡോളർ കടത്തിയെന്ന് സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിൽ പറയുന്നു. സ്വർണ്ണക്കടത്തിനായി CPM കമ്മിറ്റി എന്ന പേരിൽ സന്ദീപ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയതായി പ്രതി സരിത്തും മൊഴി നൽകി. വിവരങ്ങളുമായി ശ്രീനാഥാണ് ചേരുന്നത്. ശ്രീനാഥ്, രണ്ടുപേരുടെ മൊഴി അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. അത് കോൺസൽ ജനറലിന്റെ പങ്കിനടക്കം കുറിച്ച് സ്വപ്ന പറയുന്നതൊക്കെയാണ്. സ്വപ്ന, സരിത്ത്, അതോടൊപ്പം തന്നെ കോൺസുലേറ്റിലെ ധനകാര്യ വിഭാഗം മേധാവി ഖാലിദ് എന്നിവർ ഏതാണ്ട് 1,90,000 ഡോളർ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് സ്വപ്ന ഏറ്റവും പുതിയ മൊഴിയിൽ പറയുന്നത്. അതായത് ഇവർ ഒമാനിൽ നിന്ന് കെയ്റോയിലേക്കും അവിടെ നിന്ന് ദുബൈയിലേക്കുമാണ് ഈ പണം കടത്തിയത് എന്നാണ് മൊഴിയിൽ പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഖാലിദ് 19 ലക്ഷം ഡോളർ ഇതേപോലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മസ്കറ്റിലേക്ക് കടത്തിയിരുന്നു. അന്നും സ്വപ്നയും സരിത്തും ഒപ്പമുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ അറ്റാഷയും കോൺസൽ ജനറലും പല പ്രാവശ്യം വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ട്, വൻ തുക കടത്തിയിട്ടുണ്ട് എന്നാണ് സ്വപ്ന മൊഴി നൽകുന്നത്. അതിനൊക്കെ സഹായം ചെയ്തു കൊടുത്തത് സ്വപ്നയും സരിത്തും ചേർന്നാണ്. വിമാനത്താവളത്തിൽ ഇവർക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള സഹായം ചെയ്തു കൊടുത്തത് സ്വപ്നയും സരിത്തും ആണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, കോൺസൽ ജനറൽ ഇത്തരത്തിൽ പണം കടത്തുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലെ എക്സ്റേ മെഷീനുള്ളിൽ ഈ പണം വെച്ച്, ഈ ബാഗ് വെച്ചിട്ട് പല പ്രാവശ്യം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ ബാഗിലെ പണം ഒരു കാരണവശാലും എക്സ്റേ യന്ത്രത്തിലെ ദൃശ്യങ്ങൾ പതിയില്ല എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഇത്തരത്തിൽ പരീക്ഷണം നടത്തിയത്. ഇത്തരത്തിൽ വലിയ പരീക്ഷണമൊക്കെ നടത്തിയ ശേഷമാണ് പല പ്രാവശ്യം ഇത്തരത്തിൽ വലിയ തോതിൽ പണം കടത്തിയത് എന്നാണ് സ്വപ്ന ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് കസ്റ്റംസ് അനുമാനിക്കുന്നത് രാജ്യത്തിന്റെ പണം, ഇന്ത്യയുടെ പണം വലിയ തോതിൽ വിദേശ നാണയമാക്കി മാറ്റിയ ശേഷം ഇന്ത്യക്ക് വെളിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, പല സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടം അനുസരിച്ച് വലിയ തോതിലുള്ള കുറ്റമാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നയ്ക്കെതിരെ പുതിയ കേസ് Q13 എന്ന നമ്പറിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഈ കേസിൽ തന്നെ ശിവശങ്കറിനെയും ഉൾപ്പെടുത്താനാണ്. ശിവശങ്കറിന്റെ സഹായവും ഇത്തരത്തിൽ പണം കൈമാറുന്നതിനും പണം വിദേശ നാണയമാക്കി മാറ്റുന്നതിനും ശിവശങ്കർ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ ആരോപണം. എന്നാൽ ശിവശങ്കറിന്റെ പേര് കസ്റ്റംസ് നൽകിയ ഈ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടില്ല. സ്വപ്നയുടെയും സരിത്തിന്റെയും അറസ്റ്റ് നടത്താൻ വേണ്ടി കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് ഇത്തരത്തിലുള്ള വിശദീകരണം ഇപ്പോൾ കസ്റ്റംസ് നടത്തിയിരിക്കുന്നത്. കസ്റ്റംസ് കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള ശിവശങ്കറിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നു. കസ്റ്റംസ് നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ശിവശങ്കർ ഹർജിയിൽ പറയുന്നത്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയുള്ള ശിവശങ്കറിന്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് വീണ്ടും യോഗം ചെയ്തു. വിവരങ്ങളുമായി CN പ്രകാശും ഉമേഷ് ബാലകൃഷ്ണനുമാണ് ചേരുന്നത്. ഉമേഷ്, ഹർജി എപ്പോഴാണ് പരിഗണിക്കുക? എന്തൊക്കെയാണ് അതിൽ ആവശ്യങ്ങൾ? വിശദാംശങ്ങൾ. ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ജസ്റ്റിസ് അശോക് മേനോൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവശങ്കറിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ വിജയഭാനുവാണ് ഹാജരായത്. 90 മണിക്കൂർ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്തു. ഏത് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരാകാൻ തയ്യാറാണ്. NIA കേസിൽ മുൻകൂർ ജാമ്യം തേടും, മറ്റൊരു ഏജൻസി കൂടി അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന ജഡ്ജിയുടെ ഭാഗത്ത് ചോദ്യമുണ്ടായിരുന്നു. NIA കേസിൽ മുൻകൂർ ജാമ്യം തേടും എന്നും എൻഫോഴ്സ്മെന്റ് നിലവിൽ 23-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റിന്റെ കേസിൽ കസ്റ്റംസ് നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ശിവശങ്കർ കോടതിയിൽ പറഞ്ഞത്. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് എന്താണ്? ഏതായാലും ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അത് ഇപ്പോൾ പരിഗണിക്കുകയാണ് കോടതി. അതിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാവും. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾക്കായി മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയും ചെയ്യും. ശിവശങ്കറിന്റെ
ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതിലേക്ക് വരാം. സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഹവാല ഇടപാടിൻ്റെയും വേരുകൾ തേടിയുള്ള അന്വേഷണം ചെന്നെത്തുക മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, BJP നേതാക്കളുടെ വീട്ടുമുറ്റത്തും അവർ നടന്ന സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലുമായിരിക്കുമെന്ന് മന്ത്രി KT ജലീൽ. കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും നല്ലതെന്നും ജലീൽ താക്കീത് ചെയ്തു. താൻ ലീഗിലുണ്ടായിരുന്ന കാലത്ത് കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും പൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് പോലും ഒരു 5 പൈസയുടെ ക്രമക്കേട് താൻ നടത്തിയതായി കണ്ടെത്താനായിട്ടില്ല. BJP നേതാക്കളായ K സുരേന്ദ്രനും V മുരളീധരനും നോക്കിയാലും ഇനിയൊന്നും കണ്ടെത്താനാകില്ലെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തു കേസിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷവും BJPയും കേസിൽ തെളിവ് നശിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആരോപിച്ചു. കേന്ദ്ര ഏജൻസികൾ ആദ്യം സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ മലക്കം മറിഞ്ഞുവെന്നും മുരളീധരൻ പറയുന്നു. NIA, CBI അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവരിപ്പോൾ പറഞ്ഞല്ലോ അവരെ UAE കസ്റ്റഡിയിലെടുത്തു. അവർ കൊണ്ടുവരാൻ അവർ സമയം തീരുമാനിച്ചിട്ടുണ്ടാവും. അവർ കൊണ്ടുവരും എൻ്റെ സമയത്ത്. ഏജൻസികൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിദേശകാര്യ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. UAE ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചോദിക്കുക. അങ്ങനെ കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വക്താവ് പറയും. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് കസ്റ്റംസ് കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള ശിവശങ്കറുടെ കേസിൽ ശിവശങ്കറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ EDയുടെ കേസിലും മുൻകൂർ ജാമ്യ കേസിലും അറസ്റ്റ് 23-ാം തീയതി വരെ തടഞ്ഞിരുന്നു. ഇപ്പോൾ കസ്റ്റംസ് കേസിൽ ശിവശങ്കറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കൊച്ചിയിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഏത് ഏജൻസിക്ക് മുന്നിലും ഹാജരാകാൻ തയ്യാറാണെന്നും കസ്റ്റംസിൻ്റേത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് എന്നുമായിരുന്നു അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണം എന്ന ആവശ്യത്തോടു കൂടിയാണ് ഫയൽ ചെയ്തത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പരിഗണിക്കുകയും ഇപ്പോൾ അറസ്റ്റ് തടയുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. CN പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, വിശദാംശങ്ങൾ. നേരത്തെ എൻഫോഴ്സ്മെന്റ് കേസിലും ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി 23-ാം തീയതി വരെ, അതായത് ഒക്ടോബർ 23 വരെ അറസ്റ്റ് തടഞ്ഞിരുന്നു. അതേ ജഡ്ജി തന്നെയാണ് ഇന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷ കസ്റ്റംസിന്റെ കേസുമായി ബന്ധപ്പെട്ട ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. 23-ന് ഈ രണ്ട് എൻഫോഴ്സ്മെന്റ് കേസും കസ്റ്റംസിന്റെ കേസും 23-ന് വീണ്ടും പരിഗണിക്കാൻ മാറ്റുകയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റിന്റെ കേസിൽ 23 വരെ അറസ്റ്റ് തടഞ്ഞതുപോലെ തന്നെ കസ്റ്റംസിന്റെ കേസിലും 23-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അന്ന് വിശദമായ വാദം കേട്ട ശേഷം ഇടക്കാല ഉത്തരവുണ്ടാകും എന്നാണ് ജഡ്ജി സൂചിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും കസ്റ്റംസ് എടുത്ത കേസിൽ ശിവശങ്കറിന് 23-ാം തീയതി വരെ അറസ്റ്റ് ഉണ്ടാകാൻ കഴിയില്ല. ഹൈക്കോടതി ശിവശങ്കറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. കസ്റ്റംസിന്റെ കേസിലും നേരത്തെ എൻഫോഴ്സ്മെന്റ് കേസിലും 23-ാം തീയതി വരെയുള്ള അറസ്റ്റ് തടഞ്ഞിരുന്നു. 23-ന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദങ്ങൾ കേൾക്കും. പ്രധാനമായും ശിവശങ്കറിന്റെ അഭിഭാഷകൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഏജൻസി ആയിട്ടുള്ള കസ്റ്റംസ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് നീക്കങ്ങൾ നടത്തുന്നത്. നിരവധി തവണ 90 മണിക്കൂറുകൾ വിവിധ ഏജൻസിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. അതിനുശേഷവും മണിക്കൂറുകൾ നീണ്ട യാത്രകൾ വ്യക്തിപരമായി നടത്തേണ്ടി വന്നു. ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. എന്നിട്ടും കസ്റ്റംസ് വെള്ളിയാഴ്ച വീണ്ടും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം നടത്തുകയുണ്ടായി. തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. ഏത് അന്വേഷണത്തോടും സഹകരിക്കാം, ഏത് ഏജൻസിയോടും മുൻപിലും ഹാജരാകാൻ തയ്യാറാണ്. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ തനിക്ക് യാതൊരു പങ്കും ഇല്ല എന്ന് തന്നെയാണ് ശിവശങ്കർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. NIA കേസിലും മുൻകൂർ ജാമ്യം തേടുമെന്നും കോടതിയെ ശിവശങ്കർ അറിയിക്കുകയുണ്ടായി. മറ്റൊരു ഏജൻസി കൂടി അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോഴാണ് ആ കേസിലും മുൻകൂർ ജാമ്യം തേടും, അത് വിചാരണ കോടതിയിൽ തേടുമെന്ന് അറിയിക്കുകയും അതിനുശേഷം അപ്പീൽ വേണ്ടി വന്നാൽ ഹൈക്കോടതിയിലേക്ക് വരുമെന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചു. കസ്റ്റംസിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ശിവശങ്കർ വാദിച്ചത്. എന്നാൽ മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് ഈ ഹർജി പരിഗണിക്കണം, അപേക്ഷ പരിഗണിക്കണമെന്ന് കസ്റ്റംസിന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചു. എന്നാൽ 23-ാം തീയതി രണ്ടും ഒരുമിച്ച് പരിഗണിക്കാമെന്നാണ് കോടതിയുടെ തീരുമാനമുണ്ടായത്. അതായത് പ്രകാശ്, ഇപ്പോൾ ശിവശങ്കറിന്റെ അഭിഭാഷകൻ പറയുന്ന പോലെ ഇത് രാഷ്ട്രീയ പ്രേരിതം, അന്വേഷണ ഏജൻസികളുടെ അജണ്ട എന്നൊക്കെയുള്ളത് ഈ 23-ാം തീയതി വിശദമാക്കിയേക്കും. അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു, അല്ലെ? രണ്ട് കേസിലും
രണ്ട് കേസിലും മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഒരു ബെഞ്ച് തന്നെയാണ്. ആ ബെഞ്ചിലാണ് നേരത്തെ എൻഫോഴ്സ്മെന്റിന്റെ കേസിൽ ശിവശങ്കർ മുൻകൂർ ജാമ്യം നൽകിയത്. ആ ബെഞ്ച് തന്നെയാണ് 23-ാം തീയതി വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുകയും ഒപ്പം തന്നെ 23-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് രണ്ടാമത് കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് അറസ്റ്റിനുള്ള നീക്കമുണ്ടായത്. അതുകൊണ്ട് വീണ്ടും കസ്റ്റംസിന്റെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണ് ചെയ്തത്. ആ കേസിലാണ് ഇപ്പോൾ 23-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല, കസ്റ്റംസിന്റെ കേസിലും 23-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത് വീണ്ടും 23-ാം തീയതി വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറും മുഖ്യമന്ത്രിയും പരസ്പരം സഹായിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ശിവശങ്കറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇന്നലെ ശിവശങ്കർ പറഞ്ഞു തനിക്ക് ഓർമ്മയില്ല, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു തനിക്ക് ഓർമ്മയില്ലെന്നാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവർ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ശിവശങ്കറെയും, ശിവശങ്കർ മുഖ്യമന്ത്രിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി തന്നെ UDF മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. UDFന്റെ സ്പീക്കപ്പ് കേരളയുടെ 5ാം ഘട്ടമായി കേരളപ്പിറവി ദിവസമായ നവംബർ 1-ന് വഞ്ചനാദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കെ മാണിക്കെതിരായ ബാർകോഴ ആരോപണം പിൻവലിക്കാൻ ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ബാർ ഉടമ ബിജു രമേശ് എന്ത് ഓഫറിനും തയ്യാറാണെന്ന് ജോസ് കെ മാണി അറിയിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളാണ് തന്നെ കൂടുതൽ വേട്ടയാടിയതെന്നും അവരുമായി എങ്ങനെ ഗൂഢാലോചന നടത്തുമെന്നും ബിജു രമേശ് ചോദിച്ചു. കെ മാണിക്കെതിരെ ഒരു തെളിവുമില്ലാതെ ഉന്നയിച്ച നീചമായ ആരോപണങ്ങളുടെ ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. ബാർക്കോഴയിൽ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തരാന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ. ബാർക്കോഴ ആരോപണം പിൻവലിക്കാൻ ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നാണ് ബിജു രമേശിന്റെ തുറന്നു പറച്ചിൽ. ജോൺ കല്ലാട്ട് മുഖേനയാണ് അന്ന് ഈ വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. ബാർ അസോസിയേഷന്റെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് ജോൺ കല്ലാട്ട് ജോസ് കെ മാണി വിളിക്കുന്നത്. ജോൺ കല്ലാട്ടിനെ വിളിച്ചതിന് ശേഷം ജോസ് കെ മാണി സ്പീക്കർ ഫോണിട്ടാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു എന്നോട് ബിജു ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ തന്നു. അപ്പോൾ അത് ജോണേറ്റിനോട് പറഞ്ഞു 10 കോടി രൂപ ബിജുവിന് കൊടുക്കാം, ബിജു ഒന്ന് മാറ്റി പറയണം. ഞാനിത് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ശബ്ദരേഖ അന്ന് തന്നെ വിജിലൻസിന് കൈമാറിയിരുന്നു. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. ബാർക്കോഴ വിവാദം രമേശ് ചെന്നിത്തലയടക്കമുള്ള ഐ ഗ്രൂപ്പ് നേതാക്കളുടെ ഗൂഢാലോചനയാണെന്നും ഉമ്മൻചാണ്ടിക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നുമാണ് കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഇതേക്കുറിച്ച് ബിജു രമേശിന്റെ മറുപടി ഇങ്ങനെ: കൂടുതൽ വേട്ടയാടിയത് കോൺഗ്രസ് നേതാക്കളാണ്. അടൂർ പ്രകാശുമായി കുടുംബ ബന്ധം മാത്രം. 30 വർഷമായിട്ട് കുടുംബപരം അടുപ്പമുള്ളവരാണ്. അതുകൊണ്ട് ഈ ഗൂഢാലോചന നടത്തിയോ ഈ ബാർക്കോഴ വിഷയം, മാണിസാറിന്റെ വിഷയം ഇന്നും എന്നോട് ചോദിച്ചിട്ടില്ല. ബാർക്കോഴ വിവാദം ഇല്ലായിരുന്നുവെങ്കിൽ KM മാണി LDF-ലെത്തി മുഖ്യമന്ത്രിയാകുമായിരുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ വരവ് LDF-ന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്നും ബിജു രമേശ് കുറ്റപ്പെടുത്തി. അതേസമയം ഒരു തെളിവുമില്ലാതെ KM മാണിയെ വേട്ടയാടിയവർ ഇപ്പോൾ തന്നെ ലക്ഷ്യം വയ്ക്കുകയാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ഇതുവരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളുമായി ബിജു രമേശ് ഇപ്പോൾ രംഗത്തെത്തിയതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ബാർക്കോഴ കേസിലെ ആരോപണം പിൻവലിക്കാൻ ജോസ് കെ മാണി പണം വാഗ്ദാനം ചെയ്യുന്ന ബിജു രമേശിന്റെ ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് PJ ജോസഫ്. തെളിവുകളുണ്ടെങ്കിൽ ബിജു രമേശ് പുറത്തുവിടട്ടെ. ജോസ് കെ മാണിയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതെന്നും ജോസഫ് പറഞ്ഞു. ബാർക്കോഴ കേസിൽ കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിൽ ദുരൂഹതയുണ്ടെന്നും ജോസഫ് വ്യക്തമാക്കി. എനിക്കതിനെപ്പറ്റി ഇപ്പോൾ ഒരു കമൻറ്റും ഇല്ല. കടമ്പില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ആ റിപ്പോർട്ട് പുറത്ത് വിട്ടത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്ന് CF തോമസ് തന്നെ പറയും. താൻ അറിയാതെയാണ് റിപ്പോർട്ട് വിട്ടതെന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗവുമായി കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തി. കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റുകളും വേണമെന്ന് ജോസഫ് ആവശ്യപ്പെട്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. ജയസാധ്യത മുൻനിർത്തി പാർട്ടികൾ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് നിലപാട്. തുടർ ചർച്ചകൾ നടത്തി സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് മുന്നണിയിലെ ധാരണ.
തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും KSIDCയും സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത്. കോടതി നടപടി നിർഭാഗ്യകരമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ സംസ്ഥാന സർക്കാരാണ് പൂർത്തിയാക്കിയതെന്നും അതിനാൽ പരിഗണന വേണമെന്നുമായിരുന്നു കേരളത്തിന്റെ വാദം. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് നിരീക്ഷിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. ടെൻഡർ നടപടിയുമായി ആദ്യം സഹകരിച്ചു, പിന്നീട് തെറ്റാണെന്ന് പറയുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു എയർപോർട്ടിന്റെ ലാഭം മറ്റൊരു എയർപോർട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നതും അംഗീകരിക്കാനാകില്ല. വിമാനത്താവള നടത്തിപ്പ് കൈമാറാനുള്ള നടപടി നയപരമാണെന്നും കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതിയോടെയാണ് എന്നതുള്ള കേന്ദ്ര നിലപാട് കോടതി അംഗീകരിച്ചു. ലേല നടപടികൾ അദാനിക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയതാണെന്ന സംസ്ഥാന സർക്കാർ വാദവും കോടതി തള്ളി. ഹർജി തള്ളിയത് നിർഭാഗ്യകരമെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയത് നിർഭാഗ്യകരമായി പോയി. നിയമപരമായും ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരായി പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നിയമപരമായും ജനാധിപത്യപരമായും വിമാനത്താവള കച്ചവടത്തിനെതിരെ പോരാടും. സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കൊയ്തിട്ട നെല്ലെടുക്കാൻ ആരും വന്നില്ല. 10-20 ദിവസമായി കൊയ്തിട്ട് ഉണക്കാനും വഴിയില്ല. കാർഷിക മേഖലയ്ക്കല്ലേ മുൻഗണന പറയണേ, എവിടെ മുൻഗണന? റോഡിലും കല്യാണ പന്തലിലും പാടത്തും നെല്ല് കൂട്ടിയിട്ട് കർഷകന്റെ കണ്ണീർ നാടിനെ അറിയിച്ച് ന്യൂസ് 18. നടപടി എത്രത്തോളം വൈകുന്നോ അത്രത്തോളം ദുരിതത്തിലാണ് കർഷകർ. കാണേണ്ടവർ കണ്ടു. സപ്ലൈകോയുമായി സഹകരണ സംഘങ്ങൾ എഗ്രിമെന്റ് വെച്ച് തിങ്കളാഴ്ച വയ്ക്കും, ചൊവ്വാഴ്ച മുതൽ സംഭരിക്കാൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി വയനാട് MP രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. മലപ്പുറം കലക്ടറേറ്റിൽ നടന്ന കോവിഡ് അവലോകന യോഗത്തിൽ രാഹുൽ പങ്കെടുത്തു. കവളപ്പാറ ദുരന്തത്തിൽ വീട് നഷ്ടമായ സഹോദരിമാരായ കാവ്യയ്ക്കും കാർത്തികയ്ക്കും കോൺഗ്രസ് നിർമ്മിച്ച വീടിന്റെ താക്കോൽ രാഹുൽ കൈമാറി. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് യാത്ര തിരിക്കും. കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വധഭീഷണി എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് KM ഷാജി MLA. പപ്പനശ്ശേരി ഭാഗത്തു നിന്നുള്ള ടീം തനിക്കെതിരെ കൊട്ടേഷൻ നൽകി. മുംബൈയിലുള്ള സംഘത്തിന് 25 ലക്ഷത്തിനാണ് കൊട്ടേഷൻ നൽകിയത്. പിന്നിൽ ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല എന്നും ഷാജി. കൊട്ടേഷൻ സംഘവുമായി നേതാവ് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പും MLA പുറത്തുവിട്ടു. 25 ലക്ഷം രൂപ അത് വധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ വധിക്കണം, അത് കഴിഞ്ഞ് പെട്ടെന്ന് പോകണം, ഒരാൾ ആദ്യം വരണം, വന്നാൽ അയാളെ എന്നെ സ്കൈപ്പിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാം, ആദ്യം വന്ന് സ്പോട്ടൊക്കെ കറക്റ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ അന്ന് തന്നെ ഇത് നടന്നാൽ കേരളം വിടണം എന്നൊക്കെ പറയണ അവരുടെ ഒരു കോൺവെർസേഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവരത് അന്വേഷിക്കട്ടെ, അതിൻ്റെ സത്യാവസ്ഥ അവർ പരിശോധിക്കട്ടെ. പാപ്പിനിശ്ശേരി ബേസ്ഡ് ആയിട്ടാണ് ഇത് വന്നത് എന്നാണ് വിവരം. വാളയാറിലെ പെൺകുട്ടികളുടെ മരണത്തിൽ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കും. കേസ് നേരത്തെ പരിഗണിക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ അംഗീകരിച്ച ഹൈക്കോടതി നവംബർ 9-ന് വാദം കേൾക്കാമെന്ന് അറിയിച്ചു. കേസിൽ പുനർവിചാരണ വേണമെന്നും വേണ്ടിവന്നാൽ പുനരന്വേഷണത്തിന് തയ്യാറാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കേസ് നടത്തിപ്പിലും അന്വേഷണത്തിലും വീഴ്ച പറ്റിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് കസ്റ്റംസ്. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തന്നെ പരിഗണിക്കണമെന്നും കസ്റ്റംസ് കോടതിയിൽ പറഞ്ഞു. പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഗോപീഷൻ, കസ്റ്റംസിന്റെ കേസിലും ശിവശങ്കറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെയാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിലും 23-ാം തീയതി വെള്ളിയാഴ്ച വരെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ 23-ാം തീയതി കസ്റ്റംസിന്റെയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റിന്റെയും ഹർജി ഇതിനുമേലുള്ള ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി പരിഗണിക്കും. ഏതായാലും 23-ാം തീയതി വരെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യരുത് കസ്റ്റംസിന്റെ കേസിൽ
എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. 23-ാം തീയതി ഈ കേസിൽ വിശദമായ വാദങ്ങൾ കേൾക്കും. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കസ്റ്റംസ് നീക്കം നടത്തുന്നതെന്നും നിരവധി തവണ 90 മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിന് വേണ്ടി 3 ഏജൻസികൾക്ക് മുമ്പിൽ നിരവധി തവണ താൻ ഹാജരായിരുന്നു. തനിക്ക് ഒന്നും ഒളിക്കാനില്ല, സ്വർണ്ണക്കള്ളക്കടത്തുമായി നേരിട്ട് ബന്ധം ഒന്നുമില്ല എന്ന് തന്നെയാണ് ശിവശങ്കർ പറഞ്ഞത്. എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകി. എന്നിട്ടും മണിക്കൂറുകൾ നീണ്ട യാത്രയും ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്തു. അതുപോലും പരിഗണിക്കാതെ കസ്റ്റംസ് വെള്ളിയാഴ്ച വീണ്ടും കസ്റ്റംസിന്റെ വാഹനത്തിൽ കയറ്റി അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തിയത്. ഇത് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് എം ശിവശങ്കറിന്റെ അഭിഭാഷകനായ വിജയഭാനു ഹൈക്കോടതിയിൽ വാദിച്ചത്. എന്നാൽ കസ്റ്റംസിന്റെ ചോദ്യങ്ങളോട് കൃത്യമായി മറുപടി നൽകുന്നില്ല ശിവശങ്കർ. ഒപ്പം ശിവശങ്കർ രാഷ്ട്രീയം കളിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം നിർണായകമായ സ്വാധീനമുള്ള വ്യക്തിയാണ് ശിവശങ്കർ എന്നാണ് കസ്റ്റംസ് മറുവാദം ഉയർത്തിയത്. ഏതായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തന്നെ ഈ അപേക്ഷ പരിഗണിക്കണമെന്ന്, നാളെ ജഡ്ജി അവധിയാണ്, മറ്റന്നാൾ തന്നെ പരിഗണിക്കണമെന്ന് കസ്റ്റംസ് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു, കെ രാംകുമാർ. പക്ഷേ 23-ാം തീയതി കസ്റ്റംസിന്റെയും എൻഫോഴ്സ്മെന്റിന്റെയും കേസുകൾ, അതിന്മേലുള്ള ജാമ്യാപേക്ഷ ഒരുമിച്ച് പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഈ എത്രയും പെട്ടെന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്ന് കസ്റ്റംസ് അഭിഭാഷകൻ ആവശ്യപ്പെടാൻ കാരണം സ്വാഭാവികമായും മുൻകൂർ ജാമ്യത്തിനാണ് കസ്റ്റംസിന്റെ കേസിൽ മുൻകൂർ ജാമ്യത്തിനാണ് ശിവശങ്കർ ശ്രമിച്ചിട്ടുള്ളത്. അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് കസ്റ്റംസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ വളരെ പെട്ടെന്ന് തന്നെ തീർപ്പാക്കണം എന്നാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ അറസ്റ്റ് നീക്കം വെള്ളിയാഴ്ച നടക്കുന്ന ഘട്ടത്തിലാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ശിവശങ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നാളെ കോടതി അവധിയായതുകൊണ്ടാണ് മറ്റന്നാൾ തന്നെ ഈ അപേക്ഷ പരിഗണിക്കണം, ഇതിന്മേൽ വാദം കേൾക്കണമെന്ന് കസ്റ്റംസ് ആവശ്യപ്പെടാൻ കാരണമായത്. CM പ്രകാശാണ് വിവരം നൽകിയത്. ഏതായാലും ഈ മാസം 23 വരെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട്. 2 കേസിലും, ED-യുടെ കേസിലും കസ്റ്റംസിന്റെ കേസിലും. ED-യുടെ കേസിൽ നേരത്തെ തന്നെ തടഞ്ഞിട്ടുള്ളതാണ്. കസ്റ്റംസിന്റെ കേസിൽ ഇന്ന് അദ്ദേഹം നൽകിയ ജാമ്യ ഹർജിയിലാണ് 23 വരെ അറസ്റ്റ് ചെയ്തത്. 23-ന് ജാമ്യ ഹർജി വിശദമായി, മുൻകൂർ ജാമ്യ ഹർജി വിശദമായി തന്നെ പരിശോധിക്കും എന്ന് അറിയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ജാമ്യ ഹർജി പരിഗണിക്കണമെന്ന് കസ്റ്റംസ് ആവശ്യപ്പെട്ടുവെങ്കിലും ഇല്ല, 23-ന് പരിഗണിക്കാം എന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. CM പ്രകാശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രകാശ്, ഈ ED-യുടെ കേസിൽ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞതും ഈ ജഡ്ജി തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി 23-ാം തീയതി പരിഗണിക്കായിരിക്കുമോ? തീർച്ചയായും മുൻകൂർ ജാമ്യ അപേക്ഷകൾ പരിഗണിക്കുന്ന ജഡ്ജിയാണ് ഈ 2 കേസിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജാമ്യാപേക്ഷ, കേസിന്മേലുണ്ടായ മുൻകൂർ ജാമ്യാപേക്ഷ 23-ലേക്ക് പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നു. അത് തന്നെയാണ്, ആ ജഡ്ജി തന്നെയാണ് കസ്റ്റംസിന്റെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഈ 2 കേസിലും 23 വെള്ളിയാഴ്ചയിലേക്കാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നു. അതുവരെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഏതായാലും കസ്റ്റംസിനെതിരെ ശിവശങ്കറിനെതിരെ കസ്റ്റംസും രണ്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെ നിരവധി തവണ ഹരാസ് ചെയ്യുന്ന സാഹചര്യം കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിലും ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷവും കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വീട്ടിലെത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് തുടർച്ചയായ ഹരാസ്മെന്റാണ്, രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് എന്നാണ് പറയുന്നത്, എന്നാണ് ശിവശങ്കർ പ്രധാനമായും കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. ഒപ്പം രാഷ്ട്രീയ പ്രേരിതമായി കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 90 മണിക്കൂർ നീണ്ട നിരവധി തവണ ചോദ്യം ചെയ്യൽ നടന്നിട്ടും ഒരു തെളിവും തനിക്കെതിരെ ഈ ഏജൻസികൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ശിവശങ്കർ വാദിച്ചു. ഉമേഷ് കൂടി ചേരുന്ന ഈ ഘട്ടത്തിൽ. ഉമേഷ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് എന്തൊക്കെയാണ്, ഡോക്ടർമാർ പറയുന്നത് എന്തൊക്കെയാണ്? ഗോപി, മെഡിക്കൽ ബോർഡ് യോഗം ഇപ്പോൾ തുടരുകയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ യോഗം തുടരുന്നത്. നിലവിൽ അറിയാൻ കഴിയുന്നത് ഓർത്തോ വിഭാഗം ICUവിൽ നിന്ന് ശിവശങ്കറിനെ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതമാണ് എന്ന് ഓർത്തോ വിഭാഗം മേധാവി തന്നെ അറിയിച്ചു എന്നാണ്. ഓർത്തോ വിഭാഗം മേധാവി നേരത്തെ തന്നെ ഇത്തരത്തിൽ
കൂടുതൽ അതായത് മറ്റ് വിഷയങ്ങൾ, അതായത് ന്യൂറോ വിഭാഗത്തിൽ നിന്നോ കാർഡിയോളജി വിഭാഗത്തിൽ നിന്നോ അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങളോ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. നടുവേദന മാത്രമായിരുന്നു വലിയ ഗുരുതരമായി അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരുന്നത്. എന്നാൽ ഓർത്തോ വിഭാഗം മേധാവി അടക്കം ഇന്ന് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡ് യോഗത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ICUയിലുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല, വീട്ടിൽ വേണമെങ്കിൽ വീട്ടിലേക്ക് അയക്കാം എന്നുള്ള ആരോഗ്യസ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇനി ഒരുപക്ഷെ അദ്ദേഹത്തോട് ഒരുപക്ഷെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ചോദിക്കുമായിരിക്കും. എന്തായാലും ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും, അക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. അല്പസമയത്തിന് തന്നെ മെഡിക്കൽ ബോർഡ് അവസാനിക്കും. മെഡിക്കൽ ബോർഡിൽ തന്നെയായിരിക്കും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഡിസ്ചാർജ് ചെയ്യുമോ അതോ മറ്റേതെങ്കിലും വാർഡിലേക്ക് മാറ്റി ഒബ്സർവേഷനിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും ഓർത്തോ ICUയിൽ അദ്ദേഹത്തെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഗോപി, പ്രകാശ് ഉമേഷുമാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.